ക്രിസ്മസ് പരീക്ഷയായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് പറയാം. ഏതൊക്കെയാണ് ഏകദേശം വരാൻ സാധ്യത ഉള്ളത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഫാത്തിമത്തുരുത്ത് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിന് ഏതൊക്കെയാണ് വരിക നോക്കാം നമുക്കൊന്ന്. അപ്പോൾ ചിലപ്പോൾ കുറിപ്പ് തയ്യാറാക്കാനൊക്കെ വരും. തുരുത്തിലെ ജനങ്ങളുടെ സാമൂഹിക ജീവിതാവസ്ഥ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നതിലത് കാണാം. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക എന്താണ് ഈ ഫാത്തിമത്തുരുത്തിലെ ജനങ്ങളുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ, അതൊക്കെ വെച്ചിട്ടുള്ള ഒരു കുറിപ്പായിരിക്കും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് വരിക. പിന്നെ എന്താണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാമെന്നുണ്ട്. ഈ ഫാത്തിമത്തുരുത്ത് എന്ന കവിത പരിചയപ്പെട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ട ചിന്തകൾ എന്തെല്ലാം? അപ്പം ആശയപടം പൂർത്തിയാക്കി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാമെന്നുണ്ട്. അപ്പോൾ ഫാത്തിമത്തുരുത്ത് എന്ന് പറയുന്ന ആ കവിതയിലെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനോ അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റൊരു കവിതയിലെ കുറച്ച് വരികൾ തരും. എന്നിട്ട് നിങ്ങൾ നന്നായി വായിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? അതിന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ കവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി എടുത്ത് എഴുതുക. ചുരുക്കി നന്നായി ചിന്തിച്ചൊക്കെ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അതുപോലെ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതാണ് ഒരു നിവേദനം തയ്യാറാക്കാൻ. നിങ്ങളുടെ പ്രദേശം നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് നൽകാനുള്ളൊരു നിവേദനം തയ്യാറാക്കുക. അപ്പോൾ അത് നോക്കി പോവുക. അതുപോലെ തുരുത്തിലെ ജീവജാലങ്ങൾ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം ഇതിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് കാട് ആരത് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ചാപ്റ്റർ. അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കവിത ചൊല്ലിയിട്ടിട്ടുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. കാട് ആരത് എന്ന് പറയുന്ന ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? പ്രകാശ് ചന്ദാണ്. ഇതൊരു ഗോത്ര കവിതയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അതിൽ നിന്ന് വരിക. ടെക്സ്റ്റ് ബുക്കത്തെ തന്നെ വന്നോളണമെന്നൊന്നുമില്ല, പുറത്തുനിന്നും താരതമ്യം ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ വരും. പിന്നെ കാട്ടിലെ ജീവികളൊക്കെ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും ഇന്നത്തെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം കാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകണം. അങ്ങനെയൊക്കെയുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയോ ഒക്കെ ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. പിന്നെ ഇതിലുള്ളതാണ് ഒരു ഗോത്ര ജനത മണ്ണിനെയും മഴയെയും സസ്യങ്ങളെയും മനുഷ്യരെയും തനിക്ക് ചുറ്റുമുള്ള സർവ്വചരാചരങ്ങളെയും അവരുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമെന്ന പോലെ കരുതുന്നവരാണ്. നഞ്ചിയമ്മ പറയുന്ന കാര്യങ്ങളും കവിതയിലെ ആശയവും പരിഗണിച്ച് പ്രസ്താവനയോട് പ്രതികരിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക എന്ന് 29ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം. കാട് ആരത് എന്ന് പറയുന്ന പാഠവുമായി ബന്ധപ്പെട്ടിട്ട് നഞ്ചിയമ്മയുടെ ഒരു പാട്ടും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ നിന്നും വരാൻ ചാൻസ് ഉള്ളത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതെന്താ ശൈലി വിശദീകരിക്കാൻ പറഞ്ഞിട്ട് കള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ രണ്ട് ഇതായിട്ട് കാണാം. ശൈലി വിശദീകരണം. പഠിച്ച പണി 18 നോക്കി. അപ്പോൾ അതുമായുള്ള വിശദീകരണം. അറിയാവുന്ന എല്ലാ വിദ്യകളും പ്രയോഗിച്ച് നോക്കി, വിജയം കണ്ടില്ല. ഈ ശൈലി കളരിപ്പയറ്റ് എന്ന ആയോധന കലയിൽ നിന്നും വന്നതാണ്. അപ്പോൾ അതേപോലത്തെ കൂടുതൽ ശൈലികളും വിശദീകരണങ്ങളും ഒക്കെ ഒന്ന് നോക്കുക. പിന്നെ ഇതിലൊരു കാർട്ടൂൺ വിശകലനം ചെയ്യാനുണ്ട്.
പറയാൻ പറ്റില്ല. ചിലപ്പം മറ്റേതെങ്കിലും ഒരു കാർട്ടൂൺ തന്നിട്ട് നിങ്ങളോട് അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാം വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കുന്ന ഭാഗം ദൃക്സാക്ഷി വിവരണമായി അവതരിപ്പിക്കുക. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണമെന്നില്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സന്ദർഭം തന്നിട്ട് ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇതിലുള്ളത് ഞാൻ നോട്ടിലിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കണ്ടിട്ട് പോവുക. പിന്നെ ഞങ്ങൾ പത്രങ്ങളും പിന്നെ ടി വിയിൽ എപ്പോഴും കാണുന്നതാണല്ലോ ദൃക്സാക്ഷി വിവരണങ്ങൾ തയ്യാറാക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ വാർത്തകളൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ സംവാദം നടത്താമെന്ന് കാണാം. എല്ലാവരുടെ കിണറ്റിലും പൂച്ച വീണിട്ടുണ്ട്. വിളിക്കാൻ ആൾ വന്നിട്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്കുക. ഇവിടെ കഥാകാരൻ കിണറ്റിൽ വീണ പൂച്ചയെ ഒരു പ്രതീകമായാണോ അവതരിപ്പിച്ചിരിക്കുന്നത്? ഇത്തരം പ്രശ്നങ്ങൾ ഒറ്റയ്ക്കാണോ കൂട്ടായിട്ടാണോ പരിഹരിക്കേണ്ടത്? സ്വന്തം വാദമുഖങ്ങൾ യുക്തിപൂർവ്വം സമർത്ഥിച്ച് സംവാദങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. അതുപോലെ സ്വന്തമായിട്ട് കഥ എഴുതാൻ വേണ്ടിയിട്ട് ഇതിൽ കാണാം. പൂച്ചയുടെ പക്ഷത്ത് നിന്നിട്ട് ഒരു കഥ മാറ്റി എഴുതുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പൂച്ചയാകട്ടെ നിങ്ങൾ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടതടവില്ലാതെ കരയുന്നതും. ഇതിൽ തന്ന പോയിൻ്റാണ് കഥ എഴുതാൻ. പൂച്ച പിടഞ്ഞ് വെള്ളത്തിൽ വീണു. അത് വേവലാതിയോടെ ഒന്ന് നീന്തി വീണ്ടും മാടിപ്പറ്റി. അപ്പം പൂച്ച ചിന്തിക്കുന്ന രീതിയിൽ, പൂച്ച സംസാരിക്കുന്ന രീതിയിലൊക്കെ പിന്നെ കിണറ്റിലകപ്പെട്ട ഒരു പൂച്ചയാണ്. അതിൻ്റെ മനസ്സിൽ കൂടെ വരുന്ന പിന്നെ വിചാരങ്ങളൊക്കെ വെച്ചിട്ട് എന്തെഴുതാം, ഒരു കഥ എഴുതാൻ പറ്റും കേട്ടോ. അതുപോലെ ഉപന്യാസം തയ്യാറാക്കാമെന്നുണ്ട്. യൂണിറ്റിലെ പാഠഭാഗങ്ങൾ വിലയിരുത്തി സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ആ ഉപന്യാസം ഒന്ന് നോക്കിയിട്ട് പോകണം. ഇനി വിത്തെന്ന മഹാത്ഭുതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട പിന്നെ ചൊല്ലുകൾ, അതേപോലെ കടങ്കഥകൾ ഒക്കെ നോക്കിയിട്ട് പോകണം. അതുപോലെ ചോദ്യാവലി തയ്യാറാക്കുക, അതായത് അഭിമുഖം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വരും. ചിലപ്പോൾ നാട്ടിലെ കൃഷിരീതികളെക്കുറിച്ച് അറിയാൻ കൃഷിക്കാരുമായി അഭിമുഖം നടത്താനുള്ള ചോദ്യാവലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരാളുമായിട്ട് അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരു കർഷകനുമായിട്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരാളുമായിട്ട് ഒരു പ്രമുഖനുമായിട്ടൊക്കെ ചിലപ്പോൾ എന്തുണ്ടാക്കാൻ വരും, ചോദ്യാവലി തയ്യാറാക്കാനായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ വിശകലന കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കർഷകരുടെ നീണ്ട കാലത്തെ പരിശ്രമങ്ങളും അനുഭവങ്ങളും ശാസ്ത്രീയ പഠനങ്ങളുമാണ് നമ്മുടെ നാടിൻ്റെ വിശപ്പകറ്റാൻ സഹായിക്കുന്നത്. പാഠഭാഗത്തുനിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പ്രസംഗം നടത്താമെന്ന് കാണാം. കൃഷിയാണ് മനുഷ്യന് ആഹാരം നൽകുന്നത്, അതോടൊപ്പം അതൊരു സംസ്കാരവുമാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ നെൽകൃഷി കുറയുന്നു. കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗം തയ്യാറാക്കാൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ പുറത്തുനിന്ന് മറ്റേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടായിരിക്കും എന്തുണ്ടാക്കാണ്ടാവുക, പ്രസംഗം തയ്യാറാക്കാൻ വരിക. അതുപോലെ കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ സ്കൂളിലെ കൃഷി അനുഭവത്തെ കുറിച്ചിട്ട് കുറിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരും.